നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാധാരണ രാഷ്ട്രീയ വിഷയങ്ങളാണ് കൂടുതലും പൊതുവേദിക്ക് ചർച്ചയാവുന്നത്. ഇന്ന് മറ്റൊരു വിഷയമാണ് കേരളമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് വന്ന സമയത്ത് എല്ലാവരും ഒരു പക്ഷത്ത് തന്നെയായിരുന്നു. ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്കൊപ്പമായിരുന്നു. ഇന്നിപ്പോൾ അതിന് കഴിഞ്ഞ ദിവസം ഒരു ട്വിസ്റ്റ് വന്നിരിക്കുന്നു. അങ്ങനെയല്ല, പെൺകുട്ടി തന്നെ വന്ന് ഒരു വീഡിയോ നൽകുന്നു. തന്നെക്കുറിച്ച് തൻ്റെ മാതാപിതാക്കൾ നിർബന്ധിച്ചുകൊണ്ട് പറയിച്ചതാണ്, അങ്ങനെ ഒരു പീഡനം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ തന്നെ അടിച്ചു എന്നത് ശരിയാണ്, പക്ഷേ അത് തെറ്റിദ്ധാരണയുടെ പുറത്തായിരുന്നു, ആ പറഞ്ഞതുപോലുള്ള മർദ്ദനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും മർദ്ദനം അവിടെ ഉണ്ടായി എന്നത് ആ പെൺകുട്ടി തന്നെ സമ്മതിക്കുന്നുണ്ട്. പലതരത്തിലുള്ള സംശയങ്ങൾക്ക് ഇട നൽകുന്നതാണ് പെൺകുട്ടിയുടെ വാക്കുകൾ. ചിലപ്പോൾ പൂർണ്ണമായും ശരിയാവാം, തെറ്റാവാം, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നത് പോലെ അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ചെയ്തതൊക്കെ ആവാം. എന്തായാലും ഒരുപാട് സാധ്യതകളുണ്ട്. എവിടെയാണ് ശരി എവിടെയാണ് തെറ്റ് എന്നൊന്നും കണ്ടെത്താൻ കഴിയാത്ത ഒരവസ്ഥ സാധാരണക്കാർക്കടക്കമുണ്ട്. എന്തായാലും സമൂഹത്തിൽ പൊതുവെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദിയും ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ ബാലകൃഷ്ണൻ വടകരയാണ് ആദ്യമായി എത്തുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്തു തോന്നുന്നു ഈ വിഷയത്തിൽ? ആദ്യം കണ്ട ഒരു വെർഷനല്ല പിന്നീട് വന്നത്. പലപ്പോഴും അത് കഴിഞ്ഞിട്ട് വീണ്ടും പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നു അത് അവരുടെ തടവിലാണ്, അങ്ങനെ നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയോ ഒക്കെ പറയിച്ചാണ് എന്നൊക്കെ പറയുന്നു. എന്തായാലും ഇപ്പോഴും സംശയങ്ങൾ ബാക്കിയാണ്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? നമസ്കാരം സാർ. ഹലോ, കേൾക്കാമോ? ഹലോ, നമസ്കാരം, പറയൂ. അത് സാർ, ഇതാണ് പറയുന്നത്. നമ്മൾ പീഡനം എന്ന് പറയുമ്പോൾ ഒറ്റടിക്ക് കേസെടുക്കുമ്പോൾ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളുമുണ്ട്. യഥാർത്ഥ പീഡനം നടന്നാൽ ഇതിന് തക്കതായ ശിക്ഷ കിട്ടാത്ത ഒരു രൂപമായി മാറുന്നുണ്ട്. ഇതൊക്കെ പണമോ മറ്റോ എന്തെങ്കിലും നൽകി പ്രലോഭിച്ചിട്ട് നടത്തിയതായിരിക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ സത്യത്തിൽ ഈ മാതാപിതാക്കളെ ശരിക്കും ചോദ്യം ചെയ്യാണ് വേണ്ടത്. ഇത് ശരിക്കും അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താലാണ് ഇത് അറിയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിനെ വെറും സമൂഹത്തിന്റെ മുമ്പിൽ നാട്ടിക്കുന്ന ഒരു പരിപാടിയല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ മാതാപിതാക്കളെ ശരിക്കും പിടിച്ച് ചോദ്യം ചെയ്യും, അതുപോലെ തന്നെ ഈ പെൺകുട്ടിയെയും ചോദ്യം ചെയ്യണം ഒരിക്കൽ കൂടി എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ആലത്തൂരിൽ നിന്നും ശ്രീ മോഹൻദാസ് കൂടി ചേരുന്നുണ്ട്. ശ്രീ മോഹൻദാസ്, ആദ്യം ഒരു നവവധുവിനെ, സാധാരണഗതിയിലൊക്കെ ഇത്തരം സ്ത്രീധന പീഡനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പീഡനമൊക്കെ വരുന്നത് ആ പുതുമോടിയെങ്കിലും കഴിഞ്ഞാണ്. പക്ഷേ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക്, പെൺകുട്ടിയെ വിവാഹം ചെയ്ത് വിട്ട വീട്ടിലേക്ക് ബന്ധുക്കൾ ചെല്ലുമ്പോൾ പെൺകുട്ടിയുടെ ശരീരത്തെ പല ഭാഗത്തും മർദ്ദനമേറ്റ പാടുകളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അവർ കേസിനൊക്കെ പോയത്, പോലീസിൽ കേസ് കൊടുത്തതും ആ പെൺകുട്ടിയെ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് കഴുത്തിൽ മുറുക്കി കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പെൺകുട്ടി ഇപ്പോൾ വന്നിട്ട് പറയുന്നു അങ്ങനെയല്ല ഉണ്ടായത്, അത് തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ ചെറിയ സംഭവങ്ങൾ മാത്രമാണ്, സ്ത്രീധനം അങ്ങനെ ഒരു വിഷയമേ ആയിട്ടില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ അപ്പോഴും സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? സ്ത്രീ സംരക്ഷണ നിയമം വന്നതിന് ശേഷം നമ്മൾ വാർത്തകൾ കേൾക്കുമ്പോൾ ഒരുപാട് പീഡന പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും സ്ത്രീകൾ പോയി പീഡനം എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കുന്നു. പുരുഷന് ഒരു രക്ഷയില്ല. പുരുഷന്റെ ഭാഗം പറയുന്നില്ല, എല്ലാവർക്കും സംരക്ഷണം വേണ്ടതാണ്. അങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻപ് പീഡനമാണ്, അത് 354 എടുക്കുക. അപ്പൊ ജാമ്യമില്ലാത്ത പിടിച്ച് അകത്തില്ല. അപ്പൊ ഇത് CBI വരെ എത്തി ബ്ലൂ കോർണർ, റെഡ് കോർണർ നോട്ടീസൊക്കെ കൊടുത്തിരിക്കെ, 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കെ, എന്നിട്ട് ഇങ്ങനെ ഒരു ട്വിസ്റ്റ്. പിന്നെ അത് മാത്രമല്ല, ഇവര് ഒരാഴ്ച കാണാനില്ല എന്ന് പറഞ്ഞാൽ പോലീസ് പരാതി കൊടുത്തിട്ടുണ്ടോ? അതൊന്നും വന്നിട്ടില്ല, വാർത്തകളൊന്നും ഇല്ല. പിന്നെ എങ്ങനെ ഇത് കെട്ടിച്ചമച്ചാണ്? ആകെ അടിമുടി ദുരൂഹത. ആ കേസ് നടന്ന സമയത്ത് കേരളത്തിലെ എല്ലാ ജനങ്ങളും നമ്മളൊക്കെ ഞെട്ടിപ്പോയി, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നും പറഞ്ഞിട്ട്. അതിനെ ഇരിക്കപ്പൊറുതിയില്ലാത്ത നാട് വിട്ട് ഇടയ്ക്ക് പോയി. ഇപ്പൊ കണ്ടുപിടിച്ചിട്ടില്ല. 4-5 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ആകെ കുഴഞ്ഞു മറിഞ്ഞ് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പറയും. പോലീസുകാർക്ക് പണിയായി പോയി. അതുപോലെ തന്നെ ഭരണകർത്താക്കൾക്ക് ഇത് ചീത്തപ്പേരുണ്ടാക്കും പറ്റുന്നത് ഒരു കാര്യമില്ലാതെ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾ ഈ വാർത്തയൊക്കെ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഞാനിപ്പോ പെൺകുട്ടിയുടെ ഭർത്താവ് കുറ്റക്കാരനാണ് മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാല് അവര് സ്വാധീനം കൊണ്ട് ആ കുട്ടീനെ കൊണ്ട് മാറ്റി പറയിച്ചാണ്. അല്ലാതെ അവര് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ആ പെണ്ണിന്റെ അച്ഛനും അമ്മയും കൂടി ഇല്ലാതെ കാര്യങ്ങൾ മാത്രം അങ്ങനെ ഉണ്ടാവും. ഇതിപ്പോ കൃത്യമായിട്ട് ആ കുട്ടി ജോലിക്ക് പോയപ്പോ ആ കുട്ടീനെ ആരോഗ്യം സ്വാധീനിച്ചു. അങ്ങനെ ആ കുട്ടീനെ കൊണ്ട് ഒന്നുകിൽ ഭീഷണി അല്ലെങ്കിൽ പ്രലോഭനം, ഏതായാലും ആ കുട്ടിയെ കൊണ്ട് മാറ്റി പറയിച്ചാണ്. ആ കുട്ടിയെ ശരിക്കും പറഞ്ഞാല് ആ കുട്ടിക്ക് സമ്മതം ഉണ്ടെങ്കിൽ ഒരു നുണ പരിശോധനയ്ക്ക് ഇടയാക്കട്ടെ, കൃത്യമായിട്ട് കാര്യം ബോധ്യമാവും. കാരണം ഈ അച്ഛനമ്മയും വെറുതെ ആ കുട്ടി കുറ്റപ്പെട്ട കുട്ടി അല്ല. പിന്നെ കുട്ടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കണ്ടേ, കുട്ടി ശരിക്കും ട്രാപ്പ് പറ്റുന്നതെന്ന് പറയാൻ പറ്റില്ല. കുട്ടിക്ക് പ്രോഗ്രാം കാണുന്നില്ലല്ലോ. അപ്പൊ ഇതൊക്കെ പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കുകയും ആ കുട്ടിയെ ഒന്നും കൂടി ചോദ്യം ചെയ്യുകയെന്നാണ് എന്റെ അഭിപ്രായം. ശരി,
മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. തൃശ്ശൂരിൽ നിന്നും ശിവജിയാണ്. ശ്രീ ശിവജി, പെട്ടെന്ന് നമുക്ക് ആരുടെ പക്ഷത്താണ് ശരിയെന്നൊന്നും പറയാൻ കഴിയാത്ത തരത്തിലേക്ക് കൂടുതൽ സങ്കീർണമായി നിൽക്കുകയാണ് ഈ കേസ്. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത്? ഒരാളുടെയും പക്ഷം പിടിക്കാതെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ആദ്യം ഇവര് കേസ് കൊടുക്കുന്നു. ഇപ്പോൾ വാക്ക് മാറുന്നുണ്ട്. അതിന്റെ അർത്ഥം ആ പുരുഷനോ ആ പുരുഷന്റെ വീട്ടിലെ ആളുകളോ ഒരു പക്ഷെ സ്വാധീനിച്ചിട്ടുണ്ടാകാം ഏതെങ്കിലും മാർഗത്തിലൂടെ. പിന്നെ ഈ പെൺകുട്ടി കുറച്ച് ദിവസം മുൻപേ ഇങ്ങോട്ട് പോയി, പിന്നെ ഞാൻ ഇന്നടത്ത് എവിടെയാന്ന് പറയത്തില്ലെന്നാണ് വാർത്തകളിൽ കേട്ടത്. സത്യമാണോ നമുക്കറിയത്തില്ല. അങ്ങനെ ഒരു പെൺകുട്ടി മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒന്നേ അവരെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിച്ച് മറ്റവർ കൊണ്ടുപോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ സ്ത്രീ ആദ്യം പറഞ്ഞെല്ലാം നുണയായിരിക്കാം. സാധാരണ ഇപ്പൊ അതിൽ പറഞ്ഞ പോലെ ഇവർ തമ്മിലൊരു സൗന്ദര്യപ്പിണക്കമായിരുന്നു ആ വക്കീൽ പറയണ കേട്ടു. കാരണം ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടാകുന്ന പോലെ ഒരു സൗന്ദര്യപ്പിണക്കം. അങ്ങനെ ഒരു സൗന്ദര്യപ്പിണക്കമായിരുന്നെങ്കിൽ പിന്നെ ഈ പെണ്ണിനിപ്പോ ഇത് കേസ് കൊടുക്കാനും ഒന്നും പോകേണ്ട കാര്യമില്ലല്ലോ. പെൺകുട്ടി പറഞ്ഞു എന്ന് പറയുന്നു. രണ്ടാമത് വീട്ടുകാരുടെ പ്രേരണയാലാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇത് വളരെ ദുരൂഹമായ ഒരു സംഭവമാണ്. മുൻപിൽ ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാം പിടിച്ച് നുണ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. കണ്ണൻ കൂടി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും. ശ്രീ കണ്ണൻ, അത്യന്തം സങ്കീർണമായ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അത്യന്തം ദുരൂഹമായ അവസ്ഥയിലേക്ക് ഈ കേസ് നീങ്ങുകയാണ്. ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊക്കെ നിർണ്ണയിക്കാൻ പ്രയാസമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? സാറേ നമസ്കാരം. നമസ്കാരം. ഇപ്പം നമുക്ക് ആ സംഭവം ഉണ്ടായപ്പം ഈ കേരളം ഒട്ടാകെ എല്ലാവർക്കും ശരിക്കും വേദന ഉണ്ടായ ഒരു സംഭവമാണ്. പക്ഷെ ഇന്നലെ ഇങ്ങനൊരു സംഭവം ഇത്തരം ഒരു വാർത്ത നമ്മൾ ജനങ്ങളുടെ മുന്നിൽ എത്തിയപ്പം നമ്മൾ എന്ത് വല്ലാത്തൊരു അവസ്ഥ. കാരണം അവർക്കാണ് സംഭവിച്ചതെങ്കിലും ഇപ്പൊ ഈ എല്ലാ മനുഷ്യരും ഈ ഒരു അന്താളിച്ചിരിക്കുന്ന പോലെ. കാരണം ഇനിയിപ്പോ യാഥാർത്ഥ്യമായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ തന്നെ ജനങ്ങൾ അല്ലെങ്കിൽ ക്രിമിനൽ ഇങ്ങനെ കാണിക്കുന്ന ക്രിമിനലുകൾക്ക് ഒരു സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പൊ നമുക്കറിയാം, ഇപ്പം വക്കീലന്മാരായാലും ഇപ്പൊ എല്ലാ വക്കീലന്മാരല്ല, കൂടുതലും ഒരു കേസ് കിട്ടാൻ വേണ്ടി നോക്കി അല്ലെങ്കിൽ ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് നിസ്സാരമായി അത് ഒതുക്കി അല്ല കേസ് തന്നെ ഒരു കുടുംബ പ്രശ്നം ഒതുക്കി തീർക്കാം എന്നതാണെങ്കിലും അവര് രണ്ട് പക്ഷക്കാരായാലും അത് പ്രശ്നങ്ങളിലേക്ക് അവർക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ഇതായിട്ടാണ് ഇന്ന് വക്കീലന്മാരും കൂട്ടുനിൽക്കുന്നത്. ശരി, പാലയിൽ നിന്നും ഉമേഷ് കൂടി ചേരുന്നുണ്ടോ? ഉമേഷ്, ആദ്യം എല്ലാവരും പൊതുവെ പെൺകുട്ടിയുടെ പക്ഷത്ത് തന്നെയായിരുന്നു. ഒരു പെൺകുട്ടി നവവധു ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരെ സ്ത്രീധനം ചോദിച്ച് ഈ തരത്തിലൊക്കെ മർദ്ദിക്കുക എന്ന് പറയുന്നു. ഈ ഭർത്താവായ പയ്യൻ അയാൾ ജർമ്മനിയിലേക്ക് പിന്നീട് കടക്കുകയും ഒക്കെ ചെയ്യുന്നു. അതിന് ചില പോലീസുകാർ ഒത്താശ ചെയ്തെന്ന് അവർക്ക് സസ്പെൻഷനൊക്കെ വരുന്നു. ഇപ്പോൾ വലിയൊരു ട്വിസ്റ്റ് വരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, തെറ്റായിട്ടാണ്, തൻ്റെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അങ്ങനെ ഒക്കെ പറഞ്ഞത് എന്ന് പെൺകുട്ടി പറയുന്നു. അപ്പോൾ എന്തിനാണ് വീട്ടുകാർ കല്യാണം കഴിച്ചു കൊടുത്തതിന് ശേഷം തൊട്ട് പിന്നാലെ അങ്ങനെ നിർബന്ധിക്കുന്നതെന്നുള്ള ലോജിക്കൽ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ അച്ഛനും പറയുന്നു ഈ പെൺകുട്ടി അവരുടെ തടവിലോ സമ്മർദ്ദത്തിലോ ഒക്കെ ആണ് എന്ന്. നമുക്കെന്തായാലും അതിൽ വിധി ഒന്നും കൽപ്പിക്കാൻ കഴിയില്ല ആരുടെ ഭാഗത്താണ് ശരിയെന്നൊക്കെ. പക്ഷെ എന്നാലും താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? നമസ്കാരം, പറഞ്ഞോളൂ. ഇത് നമ്മളെ സത്യം പറഞ്ഞാൽ കേരളത്തിലെ മീഡിയയും ജനങ്ങൾ നമ്മളെ എല്ലാം കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒന്നടങ്കം ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ നിങ്ങളോ ചാനലുകാരെല്ലാം പണിയെടുത്തു. കാരണം എന്താ വെച്ചാൽ ശിക്ഷിക്കപ്പെടണം, കുറ്റവാളിയാണ് ശിക്ഷിക്കപ്പെടണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മളെല്ലാം മുൻകൈ എടുത്തത്. പക്ഷെ നമ്മളെല്ലാം കൊഞ്ഞനം കുത്തി കാണിക്കുന്ന രീതിയിലായിപ്പോ ഇങ്ങനെ സംഭവം. നാളെ ഒരു സംഭവം യഥാർത്ഥത്തിൽ നടന്നാൽ നമുക്ക് ഇതിനോട് പ്രതികരിക്കാനും താങ്കൾ പറഞ്ഞത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. ഇങ്ങനെയൊക്കെ ആളുകൾ നമ്മളെ ഈ പെൺകുട്ടി പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്, സ്വന്തം ഇഷ്ടത്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ അങ്ങനെ പറ്റിക്കപ്പെട്ടാൽ നാളെ ഇനി യഥാർത്ഥത്തിൽ പീഡനം നേരിടുന്ന, യഥാർത്ഥത്തിൽ ഈ തരത്തിലേക്കുള്ള ദുരിതങ്ങളൊക്കെ നേരിടുന്ന പെൺകുട്ടികൾ വരുമ്പോൾ പോലും ആളുകൾ ഒരു സംശയത്തിന്റെ കണ്ണിലൂടെ കാണാൻ സാധ്യതയുണ്ട്. അതെ സാറേ, അത് പിന്നെ വെച്ചാൽ അവർക്ക് ഒന്നിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നിയമപരമായിട്ട് ഒന്നിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടാവും. കോടതി ചെന്നതിന് ശേഷം ഇവർക്ക് ഒന്നിച്ച് പോവോ ഇനി വേല ഉണ്ടായാലെന്ന് വെച്ച് പോകായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളെ എല്ലാം വെറും വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള ഒരു സംഭവം. ഇപ്പം നമുക്ക് എറണാകുളത്ത് തന്നെ ഒരു ഓട്ടോ ഡ്രൈവറായ ഒരു പെൺ യുവതിയെ മർദ്ദിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതും നമ്മൾ ഇതിന് പ്രാർത്ഥിക്കാം, കുറ്റമൊന്നും അതിന് നീതി കഴിക്കുന്നത് പ്രാർത്ഥിക്കാം. പക്ഷെ അത് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. പാലക്കാട് നിന്നും ഗോകുൽദാസ് ആണ്. ശ്രീ ഗോകുൽദാസ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇതിലിപ്പം നേരത്തെ ഉമേഷ് ചേട്ടനോട് മുൻപ് സംസാരിച്ച ശ്രീ കണ്ണൻ ചേട്ടൻ പറഞ്ഞതുപോലെ ഇവിടെ കേരളത്തില് ഒരു പീഡനം സംഭവിച്ചു, ഗാർഹിക പീഡനം സംഭവിച്ചു എങ്കിൽ അത് രണ്ട് വീട്ടുകാരുടെ ഈഗോ പ്രശ്നമാണ് ഇവിടെ സംഭവിച്ചതെന്നാണ് എനിക്ക് നിന്ന് മനസ്സിലാവുന്നത്. കാരണം ഇവിടെ യഥാർത്ഥ ക്രിമിനലുകളെ ഇത് പല വഴിയിലൂടെ ചിന്തിച്ച് രക്ഷപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഒരു ഗാർഹിക പീഡനം സംഭവിക്കുമ്പോൾ അതിൽ കുറെ രക്ഷപ്പെടുത്താനുള്ള ആൾക്കാരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നൊരു പരിപാടിയിലേക്ക് വരുന്നു. പിന്നെ പെൺകുട്ടി ഇത് ഇപ്പൊ ആവർത്തിക്കുന്നു. ഇത്
ഒരു സാധാരണ കുടുംബ വഴക്കായിട്ടുള്ള സംഭവം മാത്രമാണ് ഇതിനകത്ത്, മറ്റൊന്നും യാതൊന്നും ഇല്ല എന്ന് പറഞ്ഞത്. വാസ്തവത്തില് ഇങ്ങനെയുള്ളവരെ മുഴുവൻ തന്നെ നിയമത്തിന് മുമ്പിൽ ഒരു കർശന നടപടി വിധേയമാക്കിയാലേ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി സംഭവിക്കാതിരിക്കുള്ളൂ. കാരണം ഇതില് യഥാർത്ഥ പ്രതി ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇന്നും യഥാർത്ഥ പ്രതി ആരാണെന്ന് കണ്ടെത്തിയാൽ മാത്രമല്ലേ നമുക്ക് അത്തരം നടപടികളൊക്കെ നടക്കാൻ കഴിയും. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ലല്ലോ, പെൺകുട്ടിയാണോ ആ പയ്യനാണോ അതോ വീട്ടുകാരാണോ ആരാണ് പ്രതി എന്നൊക്കെ. നമുക്ക് ശ്രീ മുഹമ്മദ് മഞ്ചേരി കൂടി ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് പറയാം. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. പിന്നെ ഇത്തരം കാര്യങ്ങള് ഇപ്പൊ നമ്മള് പത്രദ്വാര കണ്ടു, ഇതില് കണ്ടു, ഇതൊക്കെ കണ്ടു. അപ്പൊ ഇവര് നല്ലൊരു നാടകം കളിക്കാണ്, ആ ഭർത്താവിന്റെ കൂട്ടരും ഭാര്യയുടെ കൂട്ടരും. അപ്പൊ ഈ പെരും നാടകത്തിൽ നമ്മളെ ആളാകാതെ ഇത്തരം കാര്യങ്ങളൊന്നും ഇതില് നമ്മൾ ചർച്ചക്ക് വെക്കരുത്. നല്ലൊരു കാര്യം ചർച്ച ചെയ്യുന്ന ഈ പൊതുവേദി ഇത്തരം പോലെ കുറച്ച് കഴിയുമ്പോ നുണ പറയാ, കുറച്ച് കഴിയുമ്പോ നേര് പറയാ, പിന്നെ പെണ്ണിനെ കാണാനില്ല എന്നൊക്കെ പറയാം. ഇതൊക്കെ ഞമ്മക്കൊരു വേണ്ടാത്തരാണത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ആ കുടുംബത്തിനെ ഒന്നടങ്കം കൊണ്ട്. ശരി, എന്തായാലും ശ്രീ മുഹമ്മദ് മഞ്ചേരി സ്ഥിരമായി വിളിക്കുന്ന പ്രേക്ഷകൻ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞതിനെ മാനിക്കുന്നത്. മറ്റു ചില പ്രേക്ഷകരൊക്കെ സ്ഥിരമായി നിങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത് എന്നൊക്കെ പരാതി വന്നപ്പോഴാണ് നമ്മൾ ഇത്തരം വിഷയങ്ങൾ കൂടി എടുക്കാൻ തീരുമാനിച്ചത്. എന്തായാലും താങ്കളുടെ അഭിപ്രായത്തെ ഞങ്ങൾ മാനിക്കുന്നു. മൃദുലയാണ് കൊരട്ടിയിൽ നിന്നും. ശ്രീ മൃദുല, താങ്കൾ ഈ വാർത്തകളൊക്കെ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എവിടെയാണ് യാഥാർത്ഥ്യമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അതെ, ഇപ്പൊ നമ്മൾ ഈ ചർച്ച എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. രാഷ്ട്രീയം മാത്രമല്ലാണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചർച്ച എടുക്കുന്നതെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം, ഞാൻ പറയുന്നത്. പക്ഷെ അതല്ല, ഇത് ആ പെൺകുട്ടിയുടെ മുറിവുകളൊക്കെ കാണിച്ചു തന്നില്ല. ആ മുറിവുകളൊക്കെ കാണിച്ചു തന്നപ്പോ പിന്നെ അത് നോക്കണമെങ്കിൽ, അപ്പൊ എന്റെ അഭിപ്രായത്തില് ഈ പെണ്ണിനെ കാണിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ കുടുംബത്തിൽ സംഭവിച്ചു. ശരി, ആ കോളിന് ചില പ്രശ്നമാണെന്ന് തോന്നുന്നു. തിരുവല്ലയിൽ നിന്ന് അനിൽകുമാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, താങ്കൾ കാണുമല്ലോ, പ്രത്യേകിച്ച് യു ടേൺ അടിക്കുന്ന തരത്തിലേക്ക് ഒരു വാർത്ത മാറുന്നത്. ഇനി യു ടേൺ അടിച്ചതാണോ അടുപ്പിച്ചതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാലും എന്ത് തോന്നുന്നു താങ്കൾക്ക്? സാറേ, സത്യം പറഞ്ഞാല് ഈ പെൺകുട്ടിക്കും വക്കീലിനിട്ടും നല്ല ചൂരലിന് പുറത്ത് തന്നെ അടി കൊടുക്കണ്ടേ സത്യത്തിൽ. മുമ്പേ ഒരു ചേട്ടൻ പറഞ്ഞ പോലെ മനുഷ്യനെ, ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന അല്ലെങ്കിൽ കൊഞ്ഞനം കാണിക്കുന്ന ഒരു പരിപാടിയല്ലേ കാണിച്ചത്. ഇതെല്ലാം സത്യമാണ്. ആദ്യം പറഞ്ഞതെല്ലാം സത്യമാണ്. അതിനുള്ള തെളിവുകളുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം സത്യമാണ്. ഇപ്പൊ ഇത് വനക്കം പറയുന്ന കാശിന്റെ സമ്മർദ്ദമോ എന്തോ സമ്മർദ്ദമോ, ഇതുപോലത്തെ തെണ്ടിത്തരം ഇനിയും കാണിച്ചാൽ, കാര്യം വേറൊരു ചേട്ടൻ പറഞ്ഞ പോലെ ഇനിയും റിയലായിട്ടൊരു സംഭവം നടന്നാൽ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം വരും. കേരളത്തിൽ നടക്കുന്ന എല്ലാ വൃത്തികെട്ട പരിപാടിയും ഒത്തിരി നടക്കുന്നുണ്ട്, ഒത്തിരി. ശരി, മറ്റു പ്രേക്ഷകരുണ്ട്. തൃശ്ശൂരിൽ നിന്നും ശ്രീ സുരേന്ദ്രനാണ്. ശ്രീ സുരേന്ദ്രൻ, അടിമുടി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത, അല്ലെങ്കിൽ ഓരോ ദിവസവും വന്നത് കഴിഞ്ഞ ദിവസം വന്നതിന് നേരെ എതിരായത്, ഏതിലാണ് ശരി ഏതിലാണ് തെറ്റ് എന്നും നമുക്ക് പറയാൻ കഴിയാത്തൊരവസ്ഥ. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. പറയാനുള്ളത്, ഇത് ഈ കുട്ടി പറഞ്ഞത് അന്ന് പോലീസ് പറഞ്ഞു, ഈ നമ്മളെ ചാനലുകളിലും മറ്റും പോലീസ് പറഞ്ഞു, ഈ കുട്ടി ഈ ഭർത്താവിന്റെ കൂടെ പോവാൻ താല്പര്യം പ്രകടിപ്പിച്ച കുട്ടിയായിരുന്നു, അവര് തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നു എന്ന് അന്ന് പോലീസിനോട് പറഞ്ഞത്. പോലീസ് ജനങ്ങളോട് പറഞ്ഞപ്പോ അന്ന് വിശ്വസിക്കാനായിട്ട് ആരും തയ്യാറായിരുന്നില്ല. ഇപ്പൊ ഈ കുട്ടി പറയണു, ഞാൻ അങ്ങനെ അന്ന് പറഞ്ഞത് മുഴുവൻ ശരിയായിരുന്നു. എന്റെ അന്ന് പോലീസ് പറഞ്ഞു ഈ കുട്ടിയുടെ അമ്മ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കിയതാണ്. അമ്മ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കില്ല, നീ അവന്റെ കൂടെ പോവാണെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടി മാറിയെന്ന് പറയണത്. അന്ന് പോലീസ് പറഞ്ഞു ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, അതുകൊണ്ടാണ് അവരെ വിടാനുള്ള കാരണം. പിന്നീടാണ് വന്നത്. പിന്നെ ഇവര് വക്കീലിനൊക്കെ കണ്ടിട്ട് ഈ സ്ത്രീധന പീഡന നിയമം അത് വെച്ചിട്ട് ഈ കുട്ടി പിന്നീട് മൊഴി കൊടുക്കുന്നത് അപ്രകാരമാണ്. അതിനു മുന്നേ ഇവര് പറഞ്ഞ മാതിരി ഇയാളും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന ആളെ ഞാൻ മർദ്ദിച്ചിട്ടുണ്ട്, ഈ കുട്ടിയും പറയണു ഞാൻ എന്നെ മർദ്ദിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലെന്ന് പറയണു. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ചെറിയൊരു സംഭവം ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ ഒരു കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംഗതിയില്ല. കാരണം ഇന്ന് പോലീസ് കേസെടുത്തില്ലെങ്കിൽ പോലീസിന്റെ മേലെ വരാം, നിങ്ങൾ ഒത്തുതീർപ്പാക്കി വിട്ടു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പോലീസിനായിരിക്കും. എനിക്ക് തോന്നുന്നത് പോലീസ് ഇത്ര ധൃതി പിടിച്ച് കേസെടുക്കണ്ടായിരുന്നു പോലീസിന്. അപ്പൊ പോലീസിന് പറയാൻ പറ്റില്ല, കാരണം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എടുത്താൽ മതിയായിരുന്നു, ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നോക്കിയാൽ മതിയായിരുന്നില്ല. കാരണം ഈ സ്ത്രീയുടെ കല്യാണം കഴിഞ്ഞ ഒരു ആഴ്ച അങ്ങോട്ട് ആയിട്ടില്ല, അപ്പോഴേക്കും പോലീസ് തിരക്ക് പിടിച്ചിട്ട് കേസെടുക്കണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറയാൻ കഴിയില്ല. നമ്മൾ സാധാരണഗതിയിൽ ഒരു പെൺകുട്ടി വന്ന്, ഒരു സ്ത്രീ വന്ന് ഇത്തരത്തിൽ പരാതി പറയുകയും അവരുടെ ദേഹത്ത്
പാട് കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ അത്തരത്തിൽ കേസെടുക്കാൻ വൈകിയാൽ സ്വാഭാവികമായും ഇതേ നമ്മൾ തന്നെ പോലീസിനോട് ചോദിക്കില്ലേ നിങ്ങൾ സാറിനെ പറഞ്ഞു ഈ കാര്യങ്ങൾ ഇങ്ങനെ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത് ഒരു സ്ത്രീ പെട്ടെന്ന് വന്ന് പറയുമ്പോ അവര് പരമാവധി ഒരു 5 ദിവസമായിട്ടില്ലേ ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അവരൊരു ഒത്തുതീർപ്പിനോ സാധ്യതയുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഈ സാധാരണ എല്ലാവരും ചെയ്യാം. മനുഷ്യന്മാരായിട്ടുള്ള ആൾക്കാർ ഒത്തുതീർപ്പിന് അക്കാര്യത്തിൽ ഒരു ചെറിയ വിയോജിപ്പ് പറയാനുണ്ട്. പോലീസിന് തെറ്റുപറ്റാം, പക്ഷേ ഒത്തുതീർപ്പ് ഒരു മർദ്ദനമേറ്റവർ എന്തായാലും അവിടെ ക്രൈം നടന്നിട്ടുണ്ട്. ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒത്തുതീർക്കുക എന്നുള്ളത് പോലീസിന്റെ ഉത്തരവാദിത്തമല്ല. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് നോക്കി വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെയാണ് ആ കേസ് എടുക്കേണ്ടത്. ഇപ്പൊ എങ്ങനെയാ എന്താന്ന് ആർക്കും പറയാൻ പറ്റും. സാറിന് പറയാൻ പറ്റുമോ? ഇതിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കും ഒരു പിടിപാടില്ല. ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് ഈ പ്രേക്ഷകർ തന്നെ പറഞ്ഞില്ല എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കും ഒരു വ്യക്തതയില്ല. അപ്പൊ ശരി, എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. രവിയാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ രവി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് കേസിന്റെ ഇപ്പോൾ ഒരു യു ടേൺ വന്നിരിക്കുന്നു, അത് വീണ്ടും ഒരു യു ടേൺ എന്നതുപോലെയാണ് പെൺകുട്ടിയുടെ അച്ഛൻ പ്രതികരിക്കുന്നത്. സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പെൺകുട്ടി അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് എന്ന് കൂടി പറയുന്നുണ്ട്. എന്താണ് താങ്കൾക്ക്, എവിടെയാണ് ശരിയെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? പറഞ്ഞോളൂ ശ്രീ രവി, കേൾക്കാമോ? താങ്കൾ ആ ടെലിവിഷൻ മ്യൂട്ട് ചെയ്യണം. ഹലോ സാറേ, ഹലോ പറഞ്ഞോളൂ. സാറേ, ഇത് വീട് സാറേ പറഞ്ഞോളൂ. അല്ല സാറേ, സാറേ ഇത് ഒക്കെ ഇത് കാണുന്നുണ്ട്, പിന്നെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ആക്രമിക്കുന്നുണ്ട്, കുട്ടീനെ ആക്രമിക്കുന്ന കാര്യമെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ ഇതെന്തിനാണ് ഇത്? അഭിനയായിരിക്കില്ല സാറേ, അഭിനയായിരിക്കില്ല സാറേ ഇത്. കാരണം നമ്മൾ ഇത് മാധ്യമങ്ങളുടെ ഇങ്ങനത്തെ വാർത്ത കൊടുക്കണ്ടെന്ന വ്യക്തിപരമല്ല എന്റെ അഭിപ്രായം. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റു പ്രശ്നം കൂടിയുണ്ട്. ദയാധരനാണ് കോഴിക്കോട് നിന്നും. ശ്രീ ദയാധരൻ, താങ്കൾ ഈ വാർത്തയൊക്കെ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ കേസ് താങ്കൾ ആ ടി വി മ്യൂട്ട് ചെയ്യുക, അതിനുശേഷം സംസാരിക്കാം. ഈ കേസ് സ്വാഭാവികമായിട്ടും ആ പയ്യനെതിരെ ഇതിന് മുന്നൊരു കല്യാണം നടത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ട് മറ്റേ സ്ത്രീധനം ചോദിച്ച് ഒഴിഞ്ഞു പോയതായിട്ട് പറയുന്നുണ്ട്. ഇതുപോലുള്ള കേസുകൾ വരുന്ന സമയത്ത് അദ്ദേഹത്തെ പറ്റി വ്യക്തമായ ഒരു അന്വേഷണം നടത്താതെ കേസെടുത്തു. ശരി, താങ്കൾ ഇപ്പോഴും ടി വി മ്യൂട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് താങ്കൾ കൃത്യമായി പറയാൻ കഴിയാതെ വരുന്നത്. ആ ടി വിയിലൂടെ ശ്രദ്ധിച്ചുകൊണ്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാലതാമസം ഇവിടെ ഉണ്ടാവും. നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. ഇടുക്കിയിൽ നിന്നും ജോസുകുട്ടിയാണ്. ശ്രീ ജോസുകുട്ടി, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്? സാറേ, ഇതിപ്പോ പോലീസുകാരെ കുറ്റം പറയുന്നതായിട്ട് പറയുന്നത് പോലീസുകാരുടെ കുറ്റമാണോ? പോലീസുകാർ കേസ് എടുത്താൽ കുറ്റം, കേസ് എടുത്തില്ലേ കുറ്റം. ഇതെന്തൊരു വർത്താനം പറയുന്നത്? താമസം വേണമായിരുന്നു, കാലതാമസം വേണമെന്നൊക്കെ പറഞ്ഞു. ആ കൊച്ചു പോലെ ആത്മഹത്യ ചെയ്തായിരുന്നു എന്തായിരിക്കും കേരളത്തിൽ കിടന്നു കിട്ടുന്ന കോലം? അതുകൊണ്ട് പോലീസുകാരെ കുറ്റം. ഓരോ പോലീസുകാരനെ താമസിച്ചെന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരനെ സസ്പെൻഡായി നിലവിൽ നിൽക്കുക. അപ്പം നമ്മൾ പോലീസിനെ ഒരിക്കലും കുറ്റം പറയാറ്. ഇതുപോലുള്ള പിള്ളേരെയൊക്കെ ഇങ്ങനെ കാണിക്കുന്ന സ്ത്രീകളാണല്ലോ പുരുഷന്മാരാണല്ലോ ഇങ്ങനെ വാക്ക് മാറ്റി പറയുന്നതും ഒക്കെ പിടിച്ച് അകത്തിടണോ സാറേ? അകത്തിട്ട് ശിക്ഷ കൊടുക്കണം. ശിക്ഷ കൊടുത്താൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇനി മേലെ ഇറങ്ങാതിരിക്കുള്ളൂ. ഇവിടുത്തെ ചാനലുകാരെയും ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെയെല്ലാം വെറുതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി നാളെ 20 അത് തന്നെയല്ലേ ഈ കൊച്ചിനെ കറക്റ്റായിട്ടും കാശ് ലക്ഷക്കണക്കിന് രൂപ കിട്ടിയിട്ടുണ്ട്. ഒന്നെങ്കിൽ ആ സസ്പെൻഡായ പോലീസുകാരും ഈ വീട്ടുകാരും കൂടെ കൂടി കൊടുത്തിട്ടുണ്ടോ? അതാണ് അതിന്റെ ഉറപ്പ്. അതിനെ മാറ്റിയിട്ടുണ്ടോ? അതിന് പറഞ്ഞ് മുക്കിയിരിക്കുക. ലക്ഷക്കണക്കിന് രൂപ അതിന് കിട്ടിയിട്ടുണ്ടോ? അതിനെ സുരക്ഷിതമായിട്ട് താമസിപ്പിച്ചിട്ടുണ്ടോ? ഇതാ സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ പോലീസുകാരുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി കേസ് എടുത്താൽ കുറ്റം, കേസ് എടുത്തില്ല കുറ്റം. താമസിച്ചു പോയി, ഇച്ചിരി താമസിച്ച് മതിയായിരുന്നു പറഞ്ഞാൽ ഈ കൊച്ചു നാളെ എന്തെങ്കിലും കടന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം നേരെ തിരിയല്ലേ? ഈ സർക്കാരിനെതിരെ തിരിയല്ലേ? ഈ പിന്നെ പോലീസിനെതിരെ തിരിയല്ലേ? അപ്പൊ ആ പറയുന്നതിനകത്ത് ഇത് കഠിനമായി ഇതിന് ശിക്ഷ കൊടുക്കണം. ഇങ്ങനെയുള്ളതിനെല്ലാം ശിക്ഷ കൊടുക്കണം. പച്ചക്കള്ളം ആ കുട്ടി പറയുന്നെന്നുള്ള നമുക്ക് കേരള സമൂഹത്തിന് മുഴുവൻ മനസ്സിലായി. ഈ നാളെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഇതിനെ അനുകൂലിച്ച് പറയോ അനുകൂലിക്കാതെ പറയണോ എന്നുള്ളതിന് നമ്മൾ ആലോചിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. കാരണം ഇപ്പം ചാനലുകാരെ വരെ ഇപ്പൊ കുറ്റം പറയാൻ തുടങ്ങി. ചാനലുകാരെ ഇപ്പൊ പോയി എടുത്തത് പാടില്ലായിരുന്നു, മുറിവില്ലായിരുന്നു. ഇതെല്ലാം നിങ്ങളിലെല്ലാം അതിന്റെ റിപ്പോർട്ടുള്ളതാ. പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞൊന്നും രക്ഷപ്പെടാൻ സാധിക്കും. ഞാൻ അഡ്വക്കേറ്റ് പറയുന്നത് ഇതൊക്കെ ചുമ്മാ ചാനലുകാരെല്ലാം അവിടെ കൂടി. ശരി, എന്തായാലും അത്തരത്തിലൊക്കെ അഭിഭാഷകർ സ്വാഭാവികമായും അവരുടെ കക്ഷിയെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയും. അതിനപ്പുറത്തെ ഗൗരവത്തെ കാണേണ്ടതില്ല. നമുക്ക് ശ്രീ യോഹന്നാൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ യോഹന്നാൻ, താങ്കൾ കേട്ട് കാണുമല്ലോ ഇത്തരം ഒരു വാർത്ത. സാധാരണഗതിയിൽ കേരളത്തിലെ ഇത്തരം വാർത്തകളിലൊന്നും ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അടുത്ത കാലത്ത് ഉണ്ടായതായി നമ്മുടെ അറിവിലില്ല. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഹലോ, ഇപ്പൊ നമ്മളെ ഇപ്പൊ അവസാനമായി 3 പേര് പറഞ്ഞല്ലോ. അതെ.
ആ 3 പേര് പറഞ്ഞ പോയിന്റ്സ് എല്ലാം എന്റെ അത് തന്നെയാണ്. ആ പോയിന്റ്സ് എല്ലാം ശരിയാണ്. ഇവരൊക്കെ സൂര്യപടിക്ക് അടിക്കണം. 1. 2, ഇതിന്റെ നഷ്ടം സർക്കാരിന് ചിലവായ നഷ്ടം വാങ്ങാൻ നമുക്ക് നിയമം കാണും, അത് വാങ്ങണം. ഇതന്നെ ആളുകളെ കുതിരകളിപ്പിക്കാനോ ചാനലുകാരെയും വായനക്കാരെയും പത്രക്കാരെയും ഒക്കെ കളിപ്പിക്കാനുള്ള അവർക്ക് കളിക്കാനുള്ള സ്ഥലമാണോ ഇത്? ഇവരിൽ നിന്ന് ദേശീയമായ നമുക്ക് നഷ്ടം ഈടാക്കാനുള്ള പ്രൊവിഷൻ കണ്ടെത്തണം. ശരി, ഓക്കെ. എന്തായാലും അത് അത്ര കാര്യങ്ങളൊന്നും എന്തായാലും നമ്മുടെ നിയമത്തിൽ വെച്ചുകൊണ്ട് നടക്കില്ല എങ്കിൽ പോലും താങ്കളുടെ അഭിപ്രായം പ്രധാനമാണ്. നമുക്ക് രവിചന്ദ്രൻ പിള്ളയാണ് അഞ്ചാലുംമൂട് നിന്നും. ശ്രീ രവിചന്ദ്രൻ പിള്ള, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇത് കേരളത്തിൽ മൊത്തം ഇങ്ങനെയുള്ള സംഭവം നടക്കുന്നുണ്ട്. അതിന്റെ 90% ഈ പെൺപിള്ളേരുടെ കള്ളമാരാണ്. കാരണം എനിക്കറിയാവുന്ന ഒത്തിരി അനുഭവമുണ്ട് ഇവിടെ തന്നെ എന്റെ ഭാഗത്ത് തന്നെ. കാരണം പറഞ്ഞാൽ ഇവര് അതേ കണക്ക് തന്നെ വ്യക്തമായ നിലപാടില്ലാത്ത പെൺപിള്ളേർക്കാണ് ഈ സംഭവം അനുഭവിക്കുന്നത്. വ്യക്തമായ നിലപാടുള്ള പെൺപിള്ളേർ യാതൊരു കുഴപ്പമില്ല. കാരണം പറഞ്ഞാൽ ഇവരെ ജീവിത പ്രശ്നങ്ങളിൽ ഈ കള്ളമാര് കയറി ഇടപെടും. ഒരു ഉദാഹരണമായിട്ട് അവരെ ഈ പയ്യന്റെ വീട്ടുകാരെ നോക്കുന്നതിനോ അല്ലെങ്കിൽ തള്ളെ നോക്കുന്നതിനോ അങ്ങനെയുള്ളവർ ഈ തള്ള പകരം അങ്ങനെ ചെയ്യണ്ട. അത്തരം വിഷയങ്ങളൊന്നും ഇവിടെ വരാനുള്ള സമയം പോലും ആയിട്ടില്ല ശ്രീ രവീന്ദ്രൻ പിള്ള. ഇത് വിവാഹം കഴിച്ചിട്ട് 3-4 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അവിടെ അങ്ങനെ ഏതെങ്കിലും വീട്ടുകാർ തമ്മിൽ ഒരു തർക്കമുണ്ടാവേണ്ട വലിയ വിഷയങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും നോക്കുന്ന സംബന്ധിച്ചോ ഒന്നും അതിനുള്ളതൊന്നും ജസ്റ്റ് ഒന്ന് കണ്ട് പരിചയപ്പെടുന്ന സമയം പോലും ആയിട്ടുള്ളൂ. ഈ പെൺപിള്ളേർക്കും പെൺപിള്ളേരെ താങ്കളുടെ ടെലിഫോൺ ബന്ധത്തിൽ ചില വിഷയങ്ങളുണ്ടെന്ന് തോന്നുന്നു. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, പ്രതാപനാണ്. ശ്രീ പ്രതാപൻ, താങ്കൾ ഈ വാർത്തയൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഇവിടെ ഇപ്പോൾ പ്രേക്ഷകരെ സംബന്ധിച്ചായാലും സാധാരണ വായനക്കാരനെ സംബന്ധിച്ചൊരു പ്രതിസന്ധി, ആര് പറയുന്നതാണ് ശരി ആര് പറയുന്നതാണ് തെറ്റ് എന്നുള്ളതിൽ ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? സാറേ, ഒരു കാരണത്താലും ഈ അച്ഛനും അമ്മയും ഒരു ബന്ധം അവസാനിപ്പിക്കാൻ തയ്യാറാവില്ല. ആ കുട്ടിയുടെ ശരീരത്തിൽ ധാരാളം അടയാളങ്ങളുണ്ടായിരുന്നു, മറുപടിക്കുന്ന പാടുകളുണ്ടായിരുന്നു. പക്ഷെ ആ പാടുകൾ ഒന്നും ഇല്ല എന്ന് പറയുന്നത് ശരിയുള്ള കാര്യമില്ല. ഒരു അച്ഛനും മാത്രമേ ആ പെൺകുട്ടി പാടുകൾ കാരണം പ്രശ്നം ഉണ്ടാക്കുന്നു. അത് പോലീസുകാർ നേരെ അന്വേഷിക്കാൻ തയ്യാറായില്ല. മാത്രമല്ല, ആ പെൺകുട്ടിയെ ഇപ്പൊ കാണുന്നില്ലെന്ന് അച്ഛനമ്മയും പറയുന്നു. ആ കുട്ടി നേരിട്ട് കണ്ട് സംസാരിക്കാൻ അഭിപ്രായം പറയാൻ പറ്റുന്നത് അതിന് പരാതിയിലും ആരെയും ബ്ലാക്ക്മെയിൽ ചെയ്തതായിരിക്കും. വീട്ടുകാരെന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ അതിനെ ഭീഷണിപ്പെടുത്തി മാറ്റി നിർത്തിയേക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ അച്ഛനമ്മയും കുട്ടിയെ കാണുന്നില്ലെന്ന് പരാതി കൊടുത്തില്ലല്ലോ, വെറുതെ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു അഭിപ്രായം പറഞ്ഞിട്ട് കാര്യം. അതുകൊണ്ട് ഇത് വ്യക്തമായ അന്വേഷണം നടത്തണം എന്നാണ് എന്റെ അഭിപ്രായം. ശരി, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ചാത്തന്നൂരിൽ നിന്നും ശ്രീ രാധാകൃഷ്ണനാണ്. ശ്രീ രാധാകൃഷ്ണൻ, ഈ വാർത്തകൾ പലതരത്തിലാണ് വന്നുകൊണ്ടിരുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ പെൺകുട്ടിയുടെ ഭാഗത്തായിരുന്നു എല്ലാവരും, കേരള മനസാക്ഷി മുഴുവൻ അങ്ങനെയായിരുന്നു, ഇദ്ദേഹത്തിന് കടുത്ത ശിക്ഷ നൽകണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ പെൺകുട്ടി തന്നെ വന്ന് മറിച്ചു പറയുന്നു. അതിനെക്കുറിച്ച് പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നു അത് സമ്മർദ്ദത്തിലാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇവിടെ എവിടെയാണ് ശരി എന്നത് കൃത്യമായി പറയാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ട് താനും. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? നോക്കൂ, ഈ വിഷയത്തിൽ എന്ത് സമ്മർദ്ദമാണ് കുട്ടികളുള്ളത്? നമ്മൾ തന്നെ ഇവിടെ ഫെമിനിസ്റ്റുകളായാലും നമ്മൾ നിയമവിദഗ്ധരായാലും ഒക്കെ പറയാറുണ്ടല്ലോ, ഒരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ ആ കുട്ടി അപ്പോഴേ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം. ഇത്തരത്തിലുള്ള സമാന വിഷയങ്ങൾ ധാരാളം ഉണ്ടായല്ലോ. അവിടെ ഉത്തരാവധ കേസ് ഉൾപ്പെടെ അതിനുശേഷം എത്രയോ പെൺകുട്ടികൾ, അത് ഒരു പ്രമാദമായ കേസുകൾ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് എടുത്തു പറയാൻ സാധിക്കുന്നത്. എന്നാൽ അതിനുശേഷം ഇങ്ങോട്ട് അല്ലെങ്കിൽ അതിന് മുൻകാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഇത്രത്തോളം കേസുകൾ നടന്നിരിക്കുന്നു. പെൺകുട്ടികൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ മാർഗമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. 498 എന്ന് പറയുന്ന ഒരു നിയമം നമുക്കറിയാം. ഇത് 498 തുടങ്ങിയ കാലത്ത് പെൺകുട്ടി എന്ത് പറയുന്നു അതിനനുസരിച്ച് ഭർത്താവിനെതിരെ കേസെടുത്ത് വിചാരണ കൂടാതെ അല്ലെങ്കിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് ഭർത്താവിനെ തുറങ്കിലടയ്ക്കുന്ന നിയമമായിരുന്നു 498. എന്നാൽ ഇത്തരത്തിൽ ഇത് സുപ്രീം കോടതിയുടെ ഒരു അമെൻഡ്മെന്റ് സമീപകാലത്ത് വന്നിട്ടുണ്ട്. അതായത് ഇതിൽ സ്ത്രീധന പീഡന കേസിൽ കൃത്യമായി പോലീസ് അന്വേഷിക്കണം. പെൺകുട്ടിയോ വീട്ടുകാരോ പറയുന്നത് മാത്രം മുഖവിലക്കെടുത്തുകൊണ്ട് തീരുമാനമെടുക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ അമെൻഡ്മെന്റ് ഉണ്ട്. അതിനുശേഷമാണ് പോലീസ് ഒരു കുടുംബ കേസ് വന്നു കഴിഞ്ഞാൽ പരമാവധി. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, നമ്മുടെ സമയം ഏകദേശം അവസാനിക്കുന്നത്, അതുകൊണ്ടാണ്. ശൈലജനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ശൈലജൻ, താങ്കൾ ഈ വാർത്ത കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ആരുടെ ഭാഗത്താണ് ശരിയെന്നാണ് താങ്കളുടെ ഒരു തോന്നൽ? സാറേ, ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഈ പെൺകുട്ടി ഇപ്പൊ പറയുന്നത് നുണയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ സമ്മർദ്ദം മൂലമായിരിക്കാം. ഈ കുട്ടി ചെയ്യുന്നത് അക്ഷന്തവുമായി തെറ്റാണ്. നാളെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പോലീസ് മറ്റാരും സപ്പോർട്ട് ചെയ്യാണ്ടാവില്ല.
ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് വെറും 3-4 ദിവസം ആയി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കാരണം ഒരു അടുക്കാൻ പോകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ കയ്യിലെ മൈലാഞ്ചി പോലും മാഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കുട്ടി വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് കുട്ടിയുടെ കഴുത്തിലെ പാടും കൈമടുത്ത പാടും കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച്. അപ്പൊ ഇത് ഇപ്പൊ മാറ്റി പറയുന്നത് തീർച്ചയായിട്ടും സമ്മർദ്ദത്തിന് പുറത്താണ്. അത് ആ കുട്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആ കുടുംബക്കാരെ അവരുടെ അച്ഛനും അമ്മേനെയും സമൂഹ മധ്യത്തിൽ നാണം കെടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ആ കുട്ടി ഒരിക്കലും പാടില്ലായിരുന്നു. അത് തീർച്ചയായിട്ടും ആ കുട്ടി ചെയ്തത് സമ്മർദ്ദത്തിന് പുറത്തായിരിക്കാൻ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റ് പ്രേക്ഷക കൂടിയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സുകുമാരിയാണ്. ശ്രീ സുകുമാരി, താങ്കൾ ഈ വാർത്ത കണ്ടു കാണുമല്ലോ. ഒരു ഘട്ടത്തിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ആ പെൺകുട്ടിക്ക് നേരെ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. പിന്നീട് പെൺകുട്ടി തന്നെ പറയുന്നു അങ്ങനെയല്ല, ഉണ്ടായിട്ടില്ല എന്ന്. അപ്പോഴും മർദ്ദനം ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണെന്ന് ഇപ്പോൾ ഉണ്ട്. ഇതിൽ ആരോ ഒരാൾ കള്ളം പറയുന്നുണ്ട്. ആരാണെന്നാണ് തോന്നുന്നത്? കള്ളം പറയേല്ലേ, അവർക്ക് അവരുടെ പേരിന് കേസെടുക്കണം. രക്ഷകർത്താക്കളെ ഇത്രയും പെട്ടെന്ന് നാട്ടുകാരെയാണ് വിഡ്ഢിയാക്കിയ ഒരു കുട്ടിയല്ലേ. ഇത്രയും കോളൊക്കെ സൃഷ്ടിച്ചിട്ട് പെട്ടെന്ന് ഇല്ലാന്ന് പറയുന്നത് ഒരു തെറ്റല്ലേ? ശരി ശരി, അതെനിക്ക് തോന്നുന്നു ശ്രീ സുകുമാരി ടി വി ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ടി വി എപ്പോഴും പൊതുവേദിയിൽ വിളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ഥിരം വിളിക്കുന്ന പ്രേക്ഷകർക്കറിയാം. അല്ലാത്തവർ ടി വി മ്യൂട്ട് ചെയ്ത് വെച്ച ശേഷം ഫോണിൽ വേണം സംസാരിക്കാനെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായി ഇത് സംപ്രേഷണം ചെയ്യാൻ കഴിയൂ. അത് ശ്രദ്ധിക്കുക. എന്തായാലും ഈ വിഷയത്തിൽ സാധാരണഗതിയിലെടുക്കുന്ന പൊതു വിഷയങ്ങൾക്കപ്പുറത്തേക്ക്, രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾക്കപ്പുറത്തേക്ക് സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയം എന്ന നിലയിൽ കൂടിയാണ് ഇതെടുത്തത്. എന്തായാലും ഈ വിഷയത്തിലും വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. മുഖ്യമന്ത്രിയായിരുന്നു. 3ാം മോദി സർക്കാരിൽ അദ്ദേഹം മടങ്ങിയ